ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഒരുപാട് കാലമായല്ലേ ലോങ് വീഡിയോ ആയിട്ട് കണ്ടിട്ട്. അപ്പം ഇന്ന് എന്തായാലും ഒരു ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം നമ്മളുള്ളത് എവിടെയെന്ന് മനസ്സിലായോ? നമ്മൾ ഹൈദരാബാദുള്ള ചൗമഹള്ള പാലസിലാണ് കേട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചൗമഹള്ള പാലസിൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ടാലോ. ഈ പാലസ് ഉള്ളത് നമ്മളെ ചാർമിനാറിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. നമുക്ക് അകത്തോട്ട് കയറി നോക്കിയാലോ. ഈ പാലസ് നിസാമുകളുടെ ഒഫീഷ്യൽ റെസിഡൻസ് ആയിരുന്നു കേട്ടോ. 130 വർഷം, ഏകദേശം 130 വർഷം എടുത്തു കേട്ടോ ഈ പാലസ് പണിതീരാനായിട്ട്. 1750 സ്റ്റാർട്ട് ചെയ്തിട്ട് 1880 കേട്ടോ നിർമ്മാണം കഴിഞ്ഞത്. അപ്പോൾ നമ്മൾ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ആദ്യം തന്നെ കാണുന്നത് നിസാമുകളൊക്കെ പണ്ട് ഉപയോഗിച്ചിരുന്ന ആ ഡ്രസ്സ്, ആ ഒരു രീതി ഉണ്ടല്ലോ, ആ രീതിയിൽ നമുക്ക് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് രാജ്ഞിനെ പോലെയൊക്കെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മളങ്ങനെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളെ അങ്ങനെ ഫോട്ടോ എടുപ്പിച്ചു കേട്ടോ. അവിടെ വീഡിയോ എടുക്കുന്നത് അവർ സമ്മതിക്കില്ല, അതുകൊണ്ട് അത് വീഡിയോ എടുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല കേട്ടോ. പിന്നെ അങ്ങനെ നമ്മൾ ഫ്രണ്ടിലോട്ട് നടന്നു പോകുമ്പോൾ നമുക്ക് മ്യൂസിയം ഷോപ്പാണ് കാണുന്നത്. അവിടുത്തെ ഐറ്റംസിനൊക്കെ നല്ല പൈസയാണ് കേട്ടോ, ഭയങ്കര കോസ്റ്റ്ലിയാണ്. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഒന്നും വാങ്ങിച്ചില്ല, ജസ്റ്റ് അവിടെയൊക്കെ കയറിയിട്ട് ഒരു വീഡിയോ എടുത്തിട്ട് പോന്നു കേട്ടോ. ഓൾമോസ്റ്റ് ഈ പാലസ് 12 ഏക്കർ ഉണ്ട് കേട്ടോ. അപ്പോൾ മ്യൂസിയം ഷോപ്പ് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് സ്ഥലത്തോട്ട് പോവുകയാണ്. ഇവിടുത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇങ്ങനെ നശിച്ചു പോയിട്ടുണ്ടെങ്കിലും അവർ നല്ല രീതിയിൽ തന്നെ ഇത് മെയിൻ്റനൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഗാർഡനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ മെയിൻ്റനൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ദർബാർ ഹാളിലോട്ടാണ് കേട്ടോ. നോക്കിയേ എന്തോരം വലിപ്പമുള്ള ലൈറ്റുകളാണെന്ന്, എന്ത് ഭംഗിയല്ലേ കാണാൻ. ഒരുപാട് ലൈറ്റുകൾ ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്നുണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ നമ്മളെ തൂണുകളിലുള്ള ചിത്രപ്പണിയും അതുപോലെ റൂഫിലുള്ളതൊക്കെ കാണാൻ എന്ത് ഭംഗിയാലേ. ഇവിടെ ഇരുന്നിട്ടാണ് നമ്മളെ നിസാമുകളുടെ ദർബാറൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. ദർബാർ ഹാളിൻ്റെ അടുത്ത് തന്നെ ഉള്ളത് ആർട്ട് ഗാലറിയാണ് കേട്ടോ. ഇനി നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ആർട്ട് ഗാലറിയിൽ നിസാമുകളുടെ ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. പിന്നെ അവരുടെ കാലത്ത് അവർ ചെയ്തിരുന്ന ഹോസ്പിറ്റൽ, അതുപോലെ സ്കൂളുകൾ, അവർ ചെയ്തിരുന്ന അതിൻ്റെയൊക്കെ ഫോട്ടോസും വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഫോട്ടോ കളക്ഷൻ ഉണ്ട് കേട്ടോ ഈ ആർട്ട് ഗാലറിയിൽ. നമ്മൾ ഇതിൻ്റെയൊക്കെ ചരിത്രം പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇതൊന്നും വലിയ കാര്യമായിട്ട് തോന്നില്ല. പക്ഷെ നമ്മളിങ്ങനെ ചരിത്രപ്രധാനമായ സ്ഥലത്തോട്ട് വരുമ്പോൾ ശരിക്കും നമുക്കൊരു ഗൂസ് ബംസ് വരും കേട്ടോ. നിസാം 1, 2, 4 അങ്ങനെയൊക്കെ എഴുതിയിട്ടുള്ള ഒരുപാട് നിസാമുകളുടെ ഫോട്ടോ ഇവിടെ ഉണ്ട്. പിന്നെ ചാർമിനാറിൻ്റെ ഒരു ഡെമോ ഉണ്ട്. പിന്നെ അവർ യൂസ് ചെയ്ത കറൻസിയാണ് കേട്ടോ ഇതെല്ലാം. ഇവിടെയുള്ള ഓരോ ചിത്രത്തിൻ്റെ പുറകിലും ഓരോ കഥകളുണ്ട് കേട്ടോ.
ഇവിടെ ഒരുപാട് ഫർണിച്ചറുകൾ ഉണ്ട് കേട്ടോ. നല്ല കൊത്തുപണികളൊക്കെ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഫർണിച്ചറുകൾ നിസാമുകളുടെ കാലത്ത് അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. പിന്നെ ഇവിടെ അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന റോയൽ സീൽസ് അതെല്ലാം ഉണ്ട്. പിന്നെ അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഡ്രസ്സാണ് കേട്ടോ ഇത്. ചപ്പലെല്ലാം നോക്കിയാൽ നല്ല ഭംഗിയില്ലേ കാണാൻ. കുഞ്ഞുങ്ങളുടെ ഷൂ ഉണ്ട്. നിസാമുകൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന കുർത്തി കണ്ടില്ലേ, അവരുടെ ട്രഡീഷണൽ ഡ്രസ്സാണ് കേട്ടോ ഇത്. എല്ലാം നല്ല ഭംഗിയിൽ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. മെതിയടി കണ്ടോ? ഇത് നോക്കിയാൽ നല്ല ഭംഗിയുള്ള ഒരു ഷൂവും നല്ല ഭംഗിയുള്ള ഒരു ഹാറ്റും. ഇതെല്ലാം അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഫർണിച്ചറുകളാണ്. ഇത് ദർബാർ ഹാളിൻ്റെ മുകൾ ഭാഗമാണ് കേട്ടോ. ഒരുപാട് ഫർണിച്ചറുകളുണ്ട് ഇവിടെ. ഇത് അവർ കിച്ചണിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന പ്ലേറ്റും ഗ്ലാസ്സുകളൊക്കെയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായി ഗ്ലാസും പ്ലേറ്റൊക്കെ കാണാൻ. അതുമേലൊന്നും ടച്ച് ചെയ്യരുതെന്ന് അതിൻ്റെ മുകളിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ കുഞ്ഞുങ്ങൾ അതുമേലൊക്കെ പോയി ടച്ച് ചെയ്യുമ്പോഴേ ഇവരിങ്ങനെ വിസിലടിച്ചുകൊണ്ടിരിക്കലാണ്. അവർ ഫുഡ് കഴിക്കാൻ ഇരിക്കുമ്പോൾ എടുത്ത ഫോട്ടോ ആണ് കേട്ടോ ഇത്. ഇനി നമുക്ക് താഴോട്ട് പോയി നോക്കാം. താഴോട്ട് പോകുമ്പോൾ നമുക്ക് ഇവരുടെ ആയുധശേഖരം കാണാൻ പറ്റും കേട്ടോ. എന്തോരം ആയുധങ്ങളാണ് നോക്കിയേ. ഇവിടെ തന്നെ അവരുടെ ഭടന്മാർ യൂസ് ചെയ്ത ഒരു യൂണിഫോം ഉണ്ട്. അതെനിക്ക് നല്ലപോലെ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ ബാഹുബലി സിനിമയിലല്ലേ ഇങ്ങനെയുള്ള ആയുധങ്ങളെല്ലാം കണ്ടിരിക്കുന്നത്. അപ്പോൾ ആയുധശേഖരം കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോവാം കേട്ടോ. അടുത്ത സ്ഥലം അഫ്താബ് മഹലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോയ സമയം കുറച്ച് വൈകിയതുകൊണ്ടേ അവിടുത്തെ സെക്യൂരിറ്റീസ് വേഗം പോയി എല്ലാം ക്ലോസ് ആവാനായി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അങ്ങ് വീഡിയോ എടുത്തിട്ട് പോവാണ്. ഓടിച്ച് വീഡിയോ എടുത്തിട്ട് അങ്ങ് പോയതാണ്. അഫ്താബ് മഹൽ എന്ന് പറയുമ്പം ശരിക്കും ഒരു ഫാഷൻ വേൾഡാണ് കേട്ടോ. അകത്തോട്ട് കയറി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് അവരുടെ വിശ്രമ മുറി കേട്ടോ. ഞാൻ പറഞ്ഞില്ലായിരുന്നു അഫ്താബ് മഹൽ ഒരു ഫാഷൻ വേൾഡാണെന്ന്. അതായത് ഇവരുടെ റാണിമാർ യൂസ് ചെയ്ത ട്രഡീഷണൽ ഡ്രസ്സസിൻ്റെ ഒരു ശേഖരമാണ് കേട്ടോ ഇവിടെ ഉള്ളത്. നല്ല ഭംഗിയുള്ള മിന്നണയും തിളങ്ങണയൊക്കെ സാരികളാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. നല്ല രീതിക്ക് ഡമ്മികളെല്ലാം ഉടുപ്പിച്ച് ഗോൾഡെല്ലാം ഇട്ട് നല്ല ഭംഗിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ നിസാമുകൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന കുർത്തകളും ഇവിടെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവരുടെ ഒരുപാട് വിശ്രമ മുറികളുണ്ട് ഇവിടെ. അതൊക്കെ ക്ലോസ്ഡാണ് കേട്ടോ. അതുകൊണ്ട് അകത്തോട്ട് കയറി വീഡിയോ എടുക്കാനും ഒന്നും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല.
ആ മുറികളിലൊക്കെ ഒരുപാട് ഫർണിച്ചറുകളാണ് കേട്ടോ ഉള്ളത്. ഇനി നമുക്ക് ലാസ്റ്റ് ഭാഗത്തോട്ട് പോയാലോ. അതായത് ഒരുപാട് വിൻറ്റേജ് കാറിൻ്റെ കളക്ഷൻ ഉണ്ട് കേട്ടോ അവിടെ. ഈ പാലസിലോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവരും കാണാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സ്ഥലമായിരിക്കും കേട്ടോ വിൻറ്റേജ് കാർസ്. നിസാമുകൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന കാറുകളുടെ ഒരു വലിയൊരു കളക്ഷൻ ഉണ്ട് കേട്ടോ ഇവിടെ. കാറുകൾ മാത്രമല്ല ബൈക്കുകളുടെ ഉണ്ട്. അതിലെനിക്ക് ബൈക്കിൻ്റെ വീഡിയോ ആണ് മിസ്സായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ആ ബൈക്കിൻ്റെ വീഡിയോ ഇതിൽ ഉണ്ടാവില്ല. കാറുകളുടെ വീഡിയോ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. നോക്കിയ ആദ്യത്തെ കാറ് നല്ല യെല്ലോ കളറ് ഭംഗിയുള്ളൊരു വണ്ടി. അത് കഴിഞ്ഞിട്ടൊരു ഗ്രീൻ കളർ വണ്ടി. പിന്നെ അങ്ങനെ അങ്ങനെ പുറകിൽ ഓരോ കാറുകളുണ്ട് കേട്ടോ. ഇതെല്ലാം ഏതാ മോഡല്, എന്താണ് ഡീറ്റെയിൽ എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓരോ കാറുകളുടെ അടുത്തും ആ കാറുകളുടെ ഡീറ്റെയിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഏത് മോഡലാണ് എന്നെല്ലാം എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ചും കൂടി ഓൾഡ് ആയിട്ടുള്ള വണ്ടികളാണ് കേട്ടോ. ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഇതുപോലുള്ള കുതിര വണ്ടിയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കുതിര വണ്ടികളാണ് ഇതെല്ലാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ചൗമഹള്ള പാലസിലെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും ചൗമഹള്ള പാലസൊക്കെ കറങ്ങി വന്നില്ലേ? ഇനി നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ? അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും അല്ലേ? വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ ഒരു ലൈക്ക് അടിക്കണം. പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ ബൈ.